പ്രതിപക്ഷ നേതാവിനൊരു ഉറപ്പ് ഈ കോഴിക്കോട്ടെ കളക്ടറേറ്റിന്റെ മുന്നിൽ നിന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. 57 EMS, 66 EMS, 67 EMS, 77 EMS എന്നൊക്കെ പറഞ്ഞവർക്ക് അന്ന് കൊടുത്ത തിരിച്ചടി അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു. ഇപ്പൊ 16-ലും 21-ലും 26-ലും ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 26-ന് കേരളത്തിലെ ജനത കൊടുക്കുന്ന തിരിച്ചടിയിൽ നിങ്ങളോടൊപ്പം കേരളത്തിന്റെ നിയമസഭയിലേക്ക് കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ MLA-മാരുമായിരിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഈ സമര സംഗമത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ഈ ദീർഘമായൊന്നും പറയുന്നില്ല. പിണറായി വിജയനോട് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ. ആ കുടുംബത്തോടുള്ള താല്പര്യത്തിന്റെ 10-1 ഈ കേരളത്തോടും ഉണ്ടാവണേ എന്നുള്ള അഭ്യർത്ഥന. ഇനി അത് വേണ്ട, അത് കുടുംബമാണെന്ന് വിചാരിക്കാം. കുടുംബത്തോടുള്ള താല്പര്യത്തിന്റെ 10-1 ഇല്ലെങ്കിൽ വേണ്ട. ചുരുങ്ങിയത് നരേന്ദ്രമോദിയോടുള്ള താല്പര്യത്തിന്റെ 10-1 കേരളത്തിനോട് ഉണ്ടാവണേ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ. എന്താ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുഴുവൻ കേൾക്കുന്ന വാർത്ത? ഇന്നലെ രാത്രി 2 മണിക്ക് ആളുകൾ ഫോണിൽ വിളിക്കുക. അവിടെ ചെല്ലുന്ന ആളുകൾക്കുള്ള ആശങ്ക തുടർച്ചയായി അവിടെ തീപിടുത്തമുണ്ടാകുന്നത്, രോഗികളെ ഒഴിപ്പിക്കേണ്ടി വരുന്നത്, അതിന്റെ ഭാഗമായി ആളുകൾ മരിക്കുന്നത്. എന്തിനത്? ഈ ഒരൊറ്റ പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. 102 ആളുകളാണ് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വിഷബാധ ഏറ്റു മരിച്ചത്. പ്രസിഡന്റ്, 102 ആളുകൾ. അത് 20 പേർ പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയവർ. മലപ്പുറത്തും പത്തനംതിട്ടയിലും കൊല്ലത്തുമായി 7ഉം 5ഉം 3ഉം വയസ്സുള്ള 3 കുട്ടികൾ ഉൾപ്പെടെ മരിച്ചു എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പാക്കി മാറ്റിയ ആളുകൾ. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി അനാരോഗ്യ വകുപ്പ് മന്ത്രിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഇവിടുന്ന് ജനങ്ങൾ നിലവിളിച്ചു പറയേണ്ടി വരിക. കുത്തിവെപ്പ് നടത്തിയിട്ടും കുട്ടികൾ ഉൾപ്പെടെ മരിച്ചു വീഴുക. എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കണം. ഒരു ആർജവുമില്ല, ഇച്ഛാശക്തിയില്ല, നാട്ടിലെ ജനങ്ങളോട് താല്പര്യമില്ല. ആശാ വർക്കർമാരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങി വെച്ച പ്രൊജക്ടിന്റെ മുനീർ സാഹിബൊക്കെ പറഞ്ഞതുപോലെ പ്രസവം എടുക്കാൻ വന്ന ഡോക്ടർ കുട്ടിയുടെ അച്ഛനാവാൻ നോക്കുന്നത് പോലെ ചില ഏർപ്പാടുകളും കൊണ്ട് ഇറങ്ങിയിരിക്കുക. വിഴിഞ്ഞത്തിന്റെ കാര്യം അതോടെ സൂചിപ്പിച്ചു. ചിലത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വേദിയിൽ ഗോവിന്ദ മാഷ്ക്ക് ഇടവില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖരന് ഇടവുണ്ട്. ഗോവിന്ദ മാഷ്ക്ക് ഇടവില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖരന് ഇടവുണ്ട്. കാരണം എന്താ? CJPയുടെ ആളുകൾ മതി എന്ന് തീരുമാനിക്കുമ്പോ പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖരനും നരേന്ദ്രമോദിയും അവര് 3ഉം കൂടെ ബാലൻസ് ചെയ്തിട്ട് ഗോവിന്ദ മാഷെ താഴെയിരുത്തി. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരുടെ പട്ടികയിൽ, കൈപ്പത്തിക്കും UDF-നും വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരുടെ പട്ടികയിൽ കോൺഗ്രസുകാരും UDF-കാരും നിഷ്പക്ഷരായ ആളുകൾ മാത്രമല്ല, ഇടത് സ്വഭാവമുണ്ട് എന്ന് അവകാശപ്പെടുന്ന സഖാവിന്റെ വോട്ടും ഇത്തവണ ഐക്യജനാധിപത്യത്തിലേക്കായിരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ ധർമ്മ പോരാട്ടത്തിൽ ഇറങ്ങി തിരിച്ച നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഓഫീസും മാർച്ചും പ്രവർത്തനങ്ങളും ഒക്കെയായി ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നു. സജീവമായി പ്രസ്ഥാനത്തെ നമ്മൾ കെട്ടിപ്പടുക്കുന്നു. നമ്മുടെ ലക്ഷ്യം ഈ ലോക്കൽ ബോഡിയിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം ആഗ്രഹിക്കുന്ന വിധിയെഴുത്ത് ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിന് ഉറപ്പ് നൽകുന്നു. എണ്ണുമ്പോ കോഴിക്കോട് MLA-മാരെ എണ്ണിക്കോളുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് സമരാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഈ പൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെ ഈ പോരാട്ടവുമായി കടന്നു വന്ന കോഴിക്കോട്ടെ പാർട്ടി പ്രവർത്തകന് ഹൃദയത്തിൽ നിന്ന് സമരാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.